ഹലോ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ മനസ്സ് മാറിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതുപോലെ ആ ഒരു ആവശ്യത്തിന്, ആ ഒരു കാര്യത്തിന് എതിരാണ്, നല്ല ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അവരുടെ മനസ്സ് എതിരാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ചിലപ്പോൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ മനസ്സ് അങ്ങനെ നമുക്കെതിരെയാകുമ്പോൾ, നമുക്കെതിരെന്ന് പറയുമ്പോൾ ഹലാലായ കാര്യത്തിനിട്ട് നമ്മൾ അനാവശ്യമായിട്ട് ഒരിക്കലും ഈ ആത്മീയമായിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ളത് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. പടച്ചോൻ്റെ കോപം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹലാലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഹലാലായിട്ടുള്ളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, പൊതുവായിട്ടുള്ളൊരു ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടോ, ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ മനസ്സിന് മാറണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാറൽ ഉത്തമമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിനിടയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുമ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണല്ലേ. ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടാകും. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം കുറവുണ്ടെങ്കിൽ പോലും നമ്മൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് അങ്ങനെ ഇരിക്കുമല്ലേ. അതാണ് ഈ മനുഷ്യന്മാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് പർവ്വതോളം അനുഗ്രഹങ്ങൾ, ഒരുപാട് കൈ കാല്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടാവും. പക്ഷേ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിച്ചോളൂ, അതിനൊക്കെ വേണ്ടി നമ്മൾ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തൊരു സങ്കടം നമുക്ക് ഉണ്ടാകുന്ന സമയത്തും, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം എപ്പോഴാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അവൾക്കുണ്ടല്ലോ, അത് ഇവൾക്കുണ്ടല്ലോ എന്ന് ആലോചിക്കുന്ന സമയത്താണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം, അപ്പോൾ അത് അവൾക്കുണ്ടല്ലോ ഇവൾക്കുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് എന്ത് വരിക, സങ്കടം വരിക. നേരെ മറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്, ഇതുപോലും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പം നമുക്ക് നിങ്ങളുടെ ശമ്പളം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ശമ്പളം ഒരു 15,000 രൂപയാണെന്ന് വിചാരിച്ചോളൂ. 15,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ പറയും, ഒന്നിനും തികയുന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത്, ഓർക്കൊക്കെ എന്തൊരു ശമ്പളം, ഗവൺമെൻറ് ജോലി, 50,000 60,000 രൂപ ശമ്പളം. നിങ്ങൾ അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. എങ്ങനെയാണ് വിചാരിക്കേണ്ടത്, 15,000 രൂപ ഇല്ലേ, ഇതിനെക്കാട്ടി എത്രയോ കുറവ് കിട്ടുന്ന ആൾക്കാരുണ്ട്, 5,000 6,000 7,000 ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അത് ആലോചിക്കണം. അപ്പം നമുക്കൊരു സമാധാനം കിട്ടും. മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സങ്കടം വരുന്ന സമയത്ത് കൂടുതലുള്ളതിനെയല്ല ആലോചിക്കേണ്ടത്, നമ്മളെക്കാൾ കുറവുള്ള ആൾക്കാരെയാണ് ആലോചിക്കേണ്ടത്. അത് സങ്കടം വരുമ്പോൾ മാത്രമല്ല കേട്ടോ, സന്തോഷം വരുമ്പോഴും എപ്പോഴും അല്ലാഹു തആലയോട് അത് ഓർത്തിട്ടാണ് നന്ദി പറയേണ്ടത്. അതിപ്പോൾ ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്തെങ്കിലും രോഗമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ രോഗമാകുമ്പോൾ രോഗമില്ലാത്ത ആളുകളെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത്, ഇതിലും ബുദ്ധിമുട്ടി രോഗങ്ങളുമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് എന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെ ആലോചിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യരുത്, ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഇതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് നിങ്ങളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞു കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തായാലും നേരെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഉദ്ദേശിച്ച വ്യക്തിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട്, ഹലാലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകം പറയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാര്യം പറയാം. നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്ന ആൾക്കാരാണല്ലേ. 5 വക്തിന് ശേഷവും നമ്മൾ ഒരുപാട് ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലാറും ഓതാറൊക്കെ ഉണ്ടാകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ ഏറ്റവും ഉത്തമമായത് മഗ്‌രിബാണ്. അപ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തോളൂ, മഗ്‌രിബിന് ശേഷം തന്നെ ചൊല്ലിക്കോളൂ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ ഒരു ഫ്രീ കിട്ടുന്നത് ഇതൊക്കെ ചൊല്ലാനായിട്ട്, അപ്പോൾ ചൊല്ലാം. മഗ്‌രിബിന് ശേഷം സൂറത്തുൽ ഇൻഷിറാഹ്, അലം നശ്റഹ് സൂറത്ത് ഉണ്ടല്ലോ, ഈ അലം നശ്റഹ് സൂറത്ത് എത്ര പ്രാവശ്യം, ഏറിപ്പോയി കഴിഞ്ഞാൽ എത്രയോ ആവാം, ഏറിക്കഴിഞ്ഞാൽ എത്രയോ ആവാം, കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 പ്രാവശ്യം, അതിന് കുറയരുത്. നമ്മൾ ഏറ്റവും മാക്സിമം നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റുന്നതിൽ അത്രയും നമ്മൾ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആരുടെ മനസ്സാണോ മാറേണ്ടത് അവരെ മനസ്സിലാലോചിക്കുക. അതുപോലെ തന്നെ എന്താണോ നമ്മുടെ ആവശ്യം അതും മനസ്സിലാലോചിക്കുക. അതായത് എന്താണ് അവരുടെ മനസ്സിൽ മാറേണ്ടത്, മനസ്സിലായല്ലോ. അപ്പോൾ അത് ആലോചിച്ചിട്ട് മനസ്സിൽ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. മനസ്സിൽ തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. മനസ്സിൽ ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായിട്ടുള്ള മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ.
അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ചെയ്യുക. ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയട്ടെ, പോകാനായിട്ടില്ല നിങ്ങൾക്ക്. നമ്മൾ ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാവുന്ന ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. എന്താണ് നല്ല മനുഷ്യനാകാൻ ക്ലാസ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് അല്ലേ, ഡൗട്ടില്ലേ ഒരുപാട്? ഞാൻ പറഞ്ഞുതരാം. ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാമെന്ന് പറയുന്ന ക്ലാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിസ്കരിക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മടി ഉണ്ടെന്നുണ്ടെങ്കിൽ, മറ്റ് ദുസ്വഭാവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ എടുക്കാൻ, അള്ളാഹു നമ്മുടെ ഫ്രണ്ട് ആവാൻ, ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ, അതുപോലെ തന്നെ മറ്റ് ദുശീലങ്ങളൊക്കെ മാറിക്കിട്ടാൻ, ഞാൻ പറഞ്ഞല്ലോ ഇബാദത്തുകൾ ചെയ്യാനൊക്കെ വല്ല മടിയും തോന്നുന്നുണ്ടെന്നെങ്കിൽ അത് മാറിക്കിട്ടാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ഒരു നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്. ഇത് ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ അതിൻ്റെ ഗുണങ്ങളാണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഒരു വിശ്വാസിയാകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് കിട്ടും, ഈ ഒരു ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. 500 രൂപ നിങ്ങളുടെ കയ്യിൽ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരിക്കും മിക്കവാറും ഈ ക്ലാസ്. മിക്കവാറും എന്നല്ല, ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഒക്കെ ജോയിൻ ചെയ്യുക. നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്ന ആ ഒരു പൈസ നമ്മൾ ഈ ഒരു 500 രൂപ, അപ്പോൾ എല്ലാവരും കേൾക്കുമ്പോഴേക്കും 500 രൂപയൊക്കെ കൊടുത്തിപ്പോൾ എന്നെ ചേരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഖിറത്തിലേക്ക് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. ഇനി എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോൻ്റെ താഴെ മോർ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കിടക്കും. അറിയാത്തവരും ഉണ്ടാകും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുമുണ്ട്, അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവും. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആകും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ അംഗമാവും. അപ്പോൾ ആ ഒരു അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ടൈമിൻ്റെ ഇഷ്യൂ പേടിക്കുന്ന ആൾക്കാർ, സമയം കിട്ടുമോ എന്നുള്ളതിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കിപ്പോൾ ഒരു ക്ലാസ് എപ്പോൾ വേണമെങ്കിലും ഒരു ദിവസത്തിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് സമയം ഒരു കറക്റ്റായിട്ടില്ല, നിങ്ങൾക്ക് ഫ്രീ ആവുന്നത് എപ്പോഴാണോ അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യും. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.